ഒരാണ്ടിന്റെ ഇടവേളയ്ക്ക് വിരാമമിട്ട് കാത്തിരുന്ന പൂരങ്ങളുടെ പൂരം വരവായി. മതിവര കാഴ്ചകൾ സമ്മാനിക്കുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. പൂരവിളംബരമറിയിച്ച് നൈതലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് ജനസാഗരം. ചമയപ്രദർശനം കാണാൻ പൂരപ്രേമികളുടെ വൻ തിരക്ക്. തൃശൂർ പൂരത്തിന്റെ മേളത്തിന്റെ ചരിത്രമാകാൻ സ്ത്രീ സാന്നിധ്യവുമായി കിഴക്കുംപാട്ടുകര പനമുക്കംപിള്ളി ദേശം. ശ്രീപ്രിയ കല്ലാറ്റ്, ഹൃദ്യ സുധീഷ് എന്നിവരാണ് കുറുങ്കുഴൽ വാദ്യവുമായി മേളത്തിൽ പങ്കെടുക്കുന്നത്. ആനച്ചന്തവുമായി പൂരനഗരി. പൂരത്തിനെത്തിയ കൊമ്പന്മാരെ കാണാൻ പൂരനഗരിയിൽ വൻ തിരക്ക്. ഗ്യാരണ്ടികളിൽ ഒന്നുപോലും പാലിക്കാത്തയാളാണ് പ്രധാനമന്ത്രിയെന്ന് CPI ദേശീയ സെക്രട്ടറി D. രാജ. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്ര ഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട്. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നാളെ. തെക്കുഭാഗം തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷനും അരങ്ങേറും. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. പ്രദേശത്ത് കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. ഒരാണ്ടിന്റെ ഇടവേളയ്ക്ക് വിരാമമിട്ട് കാത്തിരുന്ന പൂരങ്ങളുടെ പൂരം വരവായി. മതിവര കാഴ്ചകൾ സമ്മാനിക്കുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. വർണ്ണനാദ വിസ്മയങ്ങളുടെ ദേവോത്സവമായ തൃശൂർ പൂരത്തിന് അരങ്ങുണരുന്നതും കാത്തിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള ഓരോ പൂരപ്രേമികളും. പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയും പാറമേക്കാവും 8 ഘടകക്ഷേത്രങ്ങളും ശക്തന്റെ പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളിയെത്തുന്നതോടെ നഗരം ജനസാഗരമാകും. നഗരനാട്ടിടവഴികളെല്ലാം മേളപ്പെരുക്കത്താലും ഗജവീരപ്പെരുമയിലും തലയെടുപ്പ് കാട്ടും. 7:30 വെളുപ്പിന് വടക്കുന്നാഥനിൽ കതിന മുഴങ്ങുന്നതോടെ പൂരം പുലരുകയായി. പൂരത്തിന് അരങ്ങുണരുന്നതും അവസാനിക്കുന്നതും വടക്കുന്നാഥ ക്ഷേത്രത്തിലാണെങ്കിലും വടക്കുന്നാഥൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. രാവിലെ 6:30 കണിമംഗലം ശാസ്താവാണ് പൂരത്തിനായി ആദ്യമെത്തുന്നത്. പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളും എത്തും. കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, നെയ്തലക്കാവ്, ലാലൂർ ഭഗവതിമാരും തുടർന്ന് പനമുക്കുംപിള്ളി ശാസ്താവും എത്തും. പിന്നീട് അയ്യന്തോൾ കാർത്യായനി ഭഗവതിയും ചെമ്പൂക്കാവ് ഭഗവതിയും പൂരമായി എത്തും. ഘടകപൂരത്തിന് ശേഷം നാദവിസ്മയം തീർക്കുന്ന തിരുവമ്പാടിയുടെ മടത്തിൽ വരവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളവും അരങ്ങേറും. പ്രസിദ്ധമായ തെക്കോട്ടിറക്കം കഴിഞ്ഞാൽ ജനലക്ഷങ്ങൾ സാക്ഷിയാകുന്ന ദൃശ്യചാരുത പകരുന്ന കുടമാറ്റം. പിന്നെ പകൽപൂരത്തിന്റെ തനിയാവർത്തനമായി രാത്രി പൂരം. ശേഷമാണ് മാനത്തെ കരിമിന്നലാട്ടമായി പുലർച്ചെ വെടിക്കെട്ട്. പിറ്റേന്ന് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങോടെ ആചാരപ്പെരുമ നിറഞ്ഞ പൂരത്തിന് സമാപനമാകും. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂരവിളംബരമറിയിച്ച് നൈതലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. സാക്ഷ്യം വഹിക്കാനെത്തിയത് വൻ ജനസാഗരം. ആചാരപ്പെരുമ നിറച്ചായിരുന്നു കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും ആറാട്ടിനും ശേഷം ദേശക്കാരുടെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തം കോമ്പൻ എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറിയായിരുന്നു ദേവിയുടെ പൂരനഗരിയിലേക്കുള്ള പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്ത്. മണികണ്ഠനാലിലും തുടർന്ന് വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തുമായി മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പാണ്ഡിമേളം മേളപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. നെയ്തലക്കാവിലമ്മ നിലപാട് തറയിൽ നിലയുറപ്പിച്ചതോടെ പൂരത്തിന്റെ വിളംബരമറിയിച്ച് മാരാർ 3 തവണ ശംഖനാഥം മുഴക്കി. തുടർന്ന് പടിഞ്ഞാറേ ഗോപുരനട വഴി വടക്കുന്നാഥനിൽ പ്രവേശിച്ച ദേവി കൊമ്പ്, കുഴൽപ്പറ്റ്, കേളി എന്നിവയുടെ അകമ്പടിയിൽ വടക്കുന്നാഥനെ വണങ്ങി
തെക്കേ ഗോപുരനടയിലെത്തി. ഇതോടെ പൂരപ്രേമികളും ആവേശത്തിലായി. ആർപ്പുവിളികളും ആരവങ്ങളാലും തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട പൂരത്തിനായി തുറന്നു നൽകിയത്. മേളം കൊട്ടിക്കലാശിച്ച ശേഷം ഭഗവതി വീണ്ടും നിലപാട് തറയിലെത്തി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങി. ഈ തുറന്ന നടയിലൂടെയാണ് പൂരദിവസം ആദ്യം ദേവഗുരുവായ കണിമംഗലം ശാസ്താവും പിന്നീട് മറ്റ് ദേവീദേവന്മാരും വടക്കുംനാഥനെ വണങ്ങാൻ എത്തുന്നത്. തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങ് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. കാത്തിരുന്ന പൂരത്തിന് ആവേശം വിതറിക്കൊണ്ട് വടക്കുംനാഥന്റെ ഈ തെക്കേ ഗോപുര നട ആനപ്പുറമേറിയ നെയ്തലക്കാവിലമ്മ തുറന്നതോടെ പൂരനഗരി അക്ഷരാർത്ഥത്തിൽ പൂരാവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളതെല്ലാം കാണാനുള്ള പൂരമാണ്. കണ്ടു തന്നെ അറിയാം. അഭിജിത്ത് തലച്ചിറ, ടീം TCV. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി പാറമക്കാവ് വിഭാഗങ്ങൾ ഒരുക്കിയ ചമയ പ്രദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈകിട്ടോടെ കുടുംബസമേതം ആളുകൾ ചമയ പ്രദർശനം കാണാൻ നഗരത്തിലേക്ക് ഒഴുകിയെത്തി. തിരുവമ്പാടി വിഭാഗം ചമയമൊരുക്കിയ കൗസ്തുഭം ഹാളിലും പാറമക്കാവ് വിഭാഗം ചമയമൊരുക്കിയ അഗ്രശാലയിലും കാണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് വരി റോഡിലേക്ക് വരെ നീണ്ടു. തൃശൂർ പൂരനഗരി പോലീസ് സുരക്ഷാ വലയത്തിലായി. ADGP MR അജിത് കുമാർ, DIG അജിത ബീഗം എന്നിവരുടെ നേതൃത്വത്തിൽ 60 DYSPമാർ ഉൾപ്പെടെ 3200ഓളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പൂരനഗരിയിൽ ഉൾപ്പെടെ 5 പ്രത്യേക പോലീസ് കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ നിലവിലുള്ള 60ഓളം CCTV ക്യാമറകൾക്ക് പുറമെ 150ഓളം ക്യാമറകൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കി. പൂരത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 6 മുതൽ പിറ്റേന്ന് പൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ നഗരത്തിൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ പൂരത്തിന് പിന്തുണയും ആശംസകളുമായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സംഘവും തിരുവമ്പാടി പാറമക്കാവ് ചമയ പ്രദർശനങ്ങൾ സന്ദർശിച്ചു. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം നടക്കുന്ന കൗസ്തുഭം ഹാളിലെത്തിയ മാർ താഴത്തിനെയും സംഘത്തെയും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് A രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പാറമക്കാവ് ഓഫീസിൽ എത്തിയ മാർ താഴത്തിനെ പാറമക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പൂരത്തിന് ആശംസകൾ നേർന്ന മാർ താഴത്തും സംഘവും പാറമക്കാവ് വിഭാഗം അഗ്രശാലയിൽ ഒരുക്കിയ ചമയ പ്രദർശനവും കണ്ടാണ് മടങ്ങിയത്. പൂരത്തിനെത്തുന്ന ജനലക്ഷങ്ങൾക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം പൂരത്തിനെത്തിയ 14 ലക്ഷം ആളുകളെക്കാൾ കൂടുതൽ പേർ ഇത്തവണ എത്തുമെന്ന പ്രതീക്ഷയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മേയർ MK വർഗീസ് TCVയോട് പറഞ്ഞു. നഗരത്തിൽ എല്ലായിടത്തും സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പുറമെ 25,000 ലിറ്റർ മോര് വിവിധയിടങ്ങളിലായി വിതരണം ചെയ്യും. തൃശൂർ ആക്ട്സുമായി സഹകരിച്ച് പൂരദിനത്തിൽ രാവിലെ 11 മുതൽ പിറ്റേന്ന് പുലർച്ചെ വരെ പഴയ ജില്ലാ ആശുപത്രി പരിസരത്ത് സൗജന്യമായി ചപ്പാത്തിയും കറിയും വിതരണം ചെയ്യും. നഗരത്തിലെ വിവിധയിടങ്ങളിൽ സൗജന്യ ക്യാൻസർ പരിശോധന ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിശോധനാ കേന്ദ്രങ്ങളും ഒരുക്കുമെന്നും മേയർ പറഞ്ഞു. കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ളവരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം എന്നും ഓർത്തു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവമായി മാറിയാണ് തൃശ്ശൂർ പൂരം. ഇക്കുറി നമുക്കറിയാം വളരെ വലിയ ചൂടിൻ്റെ സമയത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എന്നിരുന്നാലും ജനങ്ങൾ അതിൽ കൂടുതൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൃശ്ശൂർ പട്ടണം എല്ലാത്തിനും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏറ്റെടുത്തിരുന്നത് 20,000 ലിറ്റർ മോരാണെങ്കിൽ ഈ കുറി 25,000 ലിറ്ററാണ്. 11 മണി മുതൽ പിറ്റേ ദിവസം വരെ എല്ലാവർക്കും ഏത് സമയത്തും വന്നാൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആക്സിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്ര ഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാക്കി. പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു.
ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത്. ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരം ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു. LDF SN പുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, KK അഷ്റഫ്, UP ജോസഫ്, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല, KV രാജേഷ്, AP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഗ്യാരണ്ടി എന്ന് ആവർത്തിക്കുകയല്ലാതെ നൽകിയ ഗ്യാരണ്ടികളിൽ ഒന്നുപോലും പാലിക്കാത്തയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ. VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച ഡെമോക്രാറ്റിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെ 10 വർഷത്തെ ഭരണ ദുരന്തത്തിന്റെ ഇരയാണ് ഇന്ത്യ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഒരു രാജ്യം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യം ഒരു നേതാവ് എന്ന നിലയിലേക്ക് ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണിത്. മോദിയുടെ തലതിരിഞ്ഞ നയങ്ങളെ വിമർശിക്കുന്നവരെ അർബൻ നക്സലൈറ്റുകളെന്നും മാവോയിസ്റ്റുകളെന്നും മുദ്രകുത്തി തുറങ്കിലടയ്ക്കുകയാണെന്നും D രാജ പറഞ്ഞു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MK കണ്ണൻ, ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണഘടനയും ജനാധിപത്യവും തകർക്കാനാണ് BJP ലക്ഷ്യമിടുന്നത് എന്നും ഇതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു. ആലത്തൂർ ലോക്സഭ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി ദേശമംഗലത്ത് LDF സംഘടിപ്പിച്ച പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ഏരിയ സെക്രട്ടറി P ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. BJP ICUവിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാണപ്രതിഷ്ഠ നടത്താനുള്ള കടമ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. LDF കാട്ടകമ്പാൽ പഴഞ്ഞി ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായി ചിറയ്ക്കലിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയിലെ നുണ നിർമ്മാണ ഫാക്ടറിയുടെ ചെയർമാനായി പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ 8500 കോടി രൂപ സമാഹരിച്ച BJPയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയെന്നും അവർ ആരോപിച്ചു. CPI പഞ്ചായത്ത് സെക്രട്ടറി P രവീന്ദ്രൻ അധ്യക്ഷനായി. AC മൊയ്തീൻ MLA, LDF മണ്ഡലം സെക്രട്ടറി MN സത്യൻ, കൺവീനർ KT ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. പാവർട്ടി മേഖലയിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. V വേണുഗോപാൽ, CJ സ്റ്റാൻലി, OJ ഷാജൻ, ആൻഡോ ലിജോ, വിമല സേതുമാധവൻ, മീര ജോസ്, VM മുഹമ്മദ് ഗസാലി തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് BJP വർഗീയ കക്ഷി മാത്രമല്ല ഏകാധിപതികൾ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം സാധ്യമാണ്. അഭിനവ ദാരികനായി മാറിയിട്ടുള്ള നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി പിടിച്ചുകെട്ടുമെന്നും CP ജോൺ പറഞ്ഞു. UDF നിയോജകമണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, CMP നേതാവ് PRN നമ്പീശൻ, ബിജോയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് നടക്കും. തിരുനാളിനെ വരവേൽക്കാൻ പാവറട്ടിയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങി. പാവറട്ടി സെയിന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. തുടർന്ന് തെക്കുഭാഗം തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറും. ശനിയും ഞായറുമാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ.
ശനിയാഴ്ച രാവിലെ 10-ന് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വെല്ലൂരാൻ കാർമ്മികത്വം വഹിക്കുന്ന നൈവേദ്യ പൂജയോടെ പാരിഷ് ഹാളിൽ നേർച്ചയൂട്ടിന് തുടക്കമാകും. വൈകിട്ട് 5:30 നടക്കുന്ന സമൂഹ ബലിക്കും കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്കും അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ സൗഹൃദവേദിയുടെ തിരുനടയ്ക്കൽ മേളം അരങ്ങേറും. രാത്രി വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപിതാവിന്റെ ഊട്ടുതിരുനാളിന് കലവറ ഒരുങ്ങി. തീർത്ഥകേന്ദ്രത്തിന് സമീപമുള്ള ഊട്ടുശാലയിൽ പ്രസിദ്ധമായ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതോടെ രുചിവട്ടങ്ങൾക്ക് തുടക്കമാകും. 2500 കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുപുരയിലെത്തിച്ചത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിനു ശേഷം അച്ചാറിനുള്ള മാങ്ങച്ചെത്ത് ആരംഭിച്ചു. അരിയും പല വ്യഞ്ജനങ്ങളും മറ്റു പച്ചക്കറികളും കൂടി എത്തുന്നതോടെ ഊട്ടുശാല കൂടുതൽ സജീവമാകും. ഊട്ടുനേർച്ചയിൽ ചോറ്, സാമ്പാർ, ഉപ്പേരി, ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച 2 മണിവരെയുണ്ടാകും. പാവറട്ടി സമുദായ മഠം വിജയന്റെ നേതൃത്വത്തിലുള്ള 50ഓളം തൊഴിലാളികൾ പാചകശാലയിൽ രുചിവട്ടം ഒരുക്കുന്നതിനുള്ള തിരക്കിട്ട പണികളിൽ മുഴുകി. കൺവീനർ PL ഷാജു, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂയിസ്, ഷിബു കൊള്ളന്നൂർ, അരിവെപ്പ് കമ്മിറ്റി കൺവീനർ VR ജോൺ, കോർഡിനേറ്റർ വർഗീസ് തെക്കേക്കര എന്നിവർ ഊട്ടുശാലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 2 ദിവസങ്ങളായി നടക്കുന്ന നേർച്ചയൂട്ട് ഭക്തജനങ്ങൾക്ക് വിളമ്പി നൽകുന്നതിന് കൺവീനർ VT സൈമണിന്റെ നേതൃത്വത്തിൽ വിവിധ ഷിഫ്റ്റുകളിലായി സന്നദ്ധ സേനയെയും സജ്ജീകരിച്ചിട്ടുണ്ട്. TCV ന്യൂസ് പാവറട്ടി. പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ പ്രദക്ഷിണ വീഥി വർണ്ണത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് കമനീയമാക്കി. 200 അടി നീളവും 20 അടി വീതിയുമുള്ള പ്രദക്ഷിണ വീഥിയിൽ വെള്ളി വർണ്ണത്തോരണങ്ങൾ കൊണ്ട് ഉള്ള മേലാപ്പാണ് ചാർത്തിയിട്ടുള്ളത്. 1 ക്വിന്റൽ വർണ്ണക്കടലാസാണ് തോരണങ്ങൾക്കായി ഉപയോഗിച്ചത്. അരങ്ങ് കമ്മിറ്റി കൺവീനർ എക്മെന്റ് തോമസിന്റെ നേതൃത്വത്തിലാണ് അലങ്കാരപ്പണികൾ നടക്കുന്നത്. വെള്ളി വർണ്ണത്തോരണങ്ങൾക്ക് ഇടയിൽ ലില്ലിപ്പൂക്കളുടെ വലിയ മാതൃകകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. ചൂൽപ്പുറം വാഗയിൽ റോഡിൽ പണ്ടാരത്തിൽ സുമിത് ഭാര്യ നിമിഷ, മുട്ടത്ത് വർഗീസ്, വെങ്കളത്ത് ജയരാജ്, പണ്ടാരത്തിൽ ചന്ദ്രൻ ഭാര്യ ഷീബ, അമ്പലത്ത് വീട്ടിൽ പരീത്, പട്ടണത്ത് രവി, തെക്കേത്തറയിൽ പാർവതി, ഇവരുടെ മകൻ ശശി, ശശിയുടെ മകൻ ശബരീഷ്, ഇരിങ്ങപ്പുറം കൊറോട്ട് നിതിൻ ദേവ് എന്നിവർക്കാണ് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറുനരിയുടെ ആക്രമണത്തിന് ഇരയായവർക്ക് നഗരസഭ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സജ്ജീകരണം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ്. വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പതിക്കലും മോക്ക് പോളിംഗുമാണ് നടന്നത്. തുടർന്ന് സീൽ ചെയ്ത യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പിനിടെ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ ഉണ്ടായാൽ പരിഹരിക്കുന്നതിന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നിയോഗിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ 25-ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. 26-നാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടന്നു. മണ്ഡലത്തിലുള്ള 189 ബൂത്തുകളിലേക്കായി 226 വോട്ടിംഗ് യന്ത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചാവക്കാട് MRRM സ്കൂളിലാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യാൻ ഒരുക്കിയിരിക്കുന്നത്. വോട്ടിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യവും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കായി ക്ലാസും നടത്തി. ഡെപ്യൂട്ടി തഹസീൽദാർ P രാജൻ, ജോസഫ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർ, 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആബ്സെന്റി വോട്ടർമാരിൽ 7928 പേർ ഹോം വോട്ടിംഗ് സംവിധാനത്തിലൂടെ വോട്ട് രേഖപ്പെടുത്തി. ഏപ്രിൽ 17 വരെയുള്ള കണക്കാണ് ഇത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്, 785 പേർ. ഗുരുവായൂരിലാണ് കുറവ്, 335 പേർ. ജില്ലയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 5988 പേർ, 85 വയസ്സിന് മുകളിലുള്ള 12507 പേർ എന്നിങ്ങനെ 18495 പേരാണ് ഹോം വോട്ടിങ്ങിന് അർഹരായിട്ടുള്ളത്.
ഏപ്രിൽ 21 വരെ പോലീസ്, വീഡിയോഗ്രാഫർ, മൈക്രോ ഒബ്സർവർ, പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെയുള്ളവർ ഉൾപ്പെടെ വീടുകൾ സന്ദർശിച്ചാണ് വോട്ട് രേഖപ്പെടുത്താൻ അവസരം ഒരുക്കുന്നത്. പൂരനഗരിയിൽ കരിമരുന്നിന്റെ ആകാശപൂരം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രേക്ഷക ലക്ഷങ്ങളിൽ പ്രകമ്പനങ്ങളും വർണ്ണ വെളിച്ച വിസ്മയങ്ങളും സൃഷ്ടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പൂരം ഒരു വിസ്മയാനുഭവവും വെടിക്കെട്ട് സിരകളിൽ പടരുന്ന പൂരലഹരിയുമാണ്. പൂരക്കാഴ്ചകൾക്കൊപ്പം പൂരപ്രേമികൾക്ക് ദൃശ്യശ്രാവ്യ വിരുന്നൊരുക്കാനുള്ള തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ടൊരുക്കം അന്തിമഘട്ടത്തിലാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട പൂരചരിത്രത്തിൽ ഇതാദ്യമായി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി ഒരാളാണ് വെടിക്കെട്ടൊരുക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ചുമതലക്കാരനായിരുന്ന മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശാണ് ഇത്തവണ ഇരുവിഭാഗങ്ങൾക്കുമായി വെടിക്കെട്ടൊരുക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് PM സതീഷ് TCBയോട് പറഞ്ഞു. ഇതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. രണ്ട് ടീമിൻ്റെയും ഒരാൾ ചെയ്യുന്നത് അപൂർവമായിട്ടൊരു നിമിഷമാണ്. എനിക്ക് 44 വയസ്സായി. 44 വയസ്സ് വരെ ഇതിൽ തന്നെയാണ്. പ്രധാനമായിട്ടും ഇപ്രാവശ്യം കാവശ്ശേരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് പ്രധാനം. ഞങ്ങളതിന് വലിയ പണികൾക്ക് പോകാറ്. ഇവിടെ മാത്രമാണ് നമ്മൾ വലിയ പണികൾക്ക് വരാറുള്ളൂ. അത് ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓലമാലപ്പടക്കവും ഗുണ്ടും അമിട്ടും കുഴിമിന്നലുമൊക്കെയായി കാണികളെ ആവേശത്തിൽ ആറാടിക്കുന്ന വെടിക്കെട്ടിന് സുരക്ഷയാകാൻ വിപുലമായ സംവിധാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. മാനത്ത് വർണ്ണം ചൊരിയുന്ന സൂര്യകാന്തി, ഫ്ലാഷ്, സിൽവർ ഫിഷ്, LED തുടങ്ങിയ മുൻവർഷങ്ങളിലെ അമിട്ടുകൾക്ക് പുറമെ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ മാനത്ത് വിരിയുന്ന പ്രേമലു, മാനത്ത് പൊട്ടിവിരിഞ്ഞ് താഴേക്ക് ഊർന്നിറങ്ങുന്ന ഗുണക്കേവ്, ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ തുടങ്ങിയ സ്പെഷ്യൽ അമിട്ടുകളും ചില രഹസ്യ ഇനങ്ങളും ഇത്തവണത്തെ വെടിക്കെട്ടിൻ്റെ സവിശേഷതകളാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCB. തൃശൂർ പൂരത്തിന്റെ മേളത്തിന് ആദ്യമായി സ്ത്രീ സാന്നിധ്യവുമായി കിഴക്കുംപാട്ടുകര പനമുക്കുംപിള്ളി ദേശം. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേളപ്രമാണി നിതിൻ മംഗലത്തോടൊപ്പമാണ് ഇവർ മേളത്തിൽ പങ്കെടുക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രമായ പനമുക്കുംപിള്ളി ശാസ്താക്ഷേത്രത്തെ പ്രതിനിധീകരിച്ചാണ് ശ്രീപ്രിയ കല്ലാറ്റ്, ഹൃദ്യ സുധീഷ് എന്നീ പെൺകുട്ടികൾ കുറുങ്കുഴൽ വാദ്യവുമായി മേളത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി അജി പട്ടിക്കാടിന്റെ ശിക്ഷണത്തിൽ കുറുങ്കുഴൽ പഠിക്കുന്ന ഇവർ അരങ്ങേറ്റം കുറിച്ചിട്ട് 1 വർഷമായി. ശ്രീപ്രിയ MBA വിദ്യാർത്ഥിനിയും ഹൃദ്യ PG പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഹൃദ്യയുടെ അച്ഛൻ സുധീഷ് താണിക്കുടത്തോടൊപ്പമാണ് ഇവർ മേളത്തിൽ പങ്കെടുക്കുന്നത്. സൂരജ് തിരുവമ്പാടിയാണ് കുറുങ്കുഴൽ നിരയുടെ പ്രമാണി. അരങ്ങേറ്റം കഴിഞ്ഞതു മുതൽ മേളങ്ങളിൽ പങ്കെടുക്കാൻ പോകാറുണ്ടെങ്കിലും തൃശൂർ പൂരത്തിന്റെ മേളത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ വലിയ സന്തോഷത്തിലാണ് ഹൃദയയും ശ്രീപ്രിയയും. മേളത്തിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും ചെണ്ടയൊക്കെ പഠിച്ച് പാറമേക്കാവിൽ പഠിച്ചതാണ്. അതുപോലെ ഇപ്പോൾ കുറങ്ങളിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അജേഷൻ പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കാരണമാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷമായി അരങ്ങേറ്റം കഴിഞ്ഞു. മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു കുറ്റിമുക്ക്. ഞാൻ ആക്ച്വലി ചെണ്ടയിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. ചെണ്ട, മേളം, തായമ്പക പഠിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ കൊട്ടൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ മുത്തച്ഛൻ മരിക്കുകയുണ്ടായി. അപ്പോൾ മുത്തച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളൊരു അക്കാഡമി തുടങ്ങി. കല്ലാറ്റ് ബാലകൃഷ്ണക്കുറുപ്പ് സ്മാരകവാദ്യ കലാ പഠന കേന്ദ്രം. അങ്ങനെ അവിടെ കുഴൽ, മേളം, തായമ്പക, ഡാൻസ് അങ്ങനെ ഒട്ടുമിക്ക കലകളും അഭ്യസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുഴൽ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കങ്ങനെ കുഴൽ പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നത്. അങ്ങനെ ഞാൻ കുഴൽ പഠിച്ചു തുടങ്ങി. അരങ്ങേറ്റം കഴിഞ്ഞ 14 വർഷമായ നിതിൻ മംഗലത്താണ് തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേളപ്രമാണി. ഇത് 2ാം വർഷമാണ് നിതിൻ മേളപ്രമാണിയാകുന്നത്. 2ാം വർഷമാണ് പ്രമാണിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെ പറയണം. പനമുക്കുംപിള്ളി ശാസ്താവിന് വേണ്ടിയിട്ടാണ് ഈ വർഷവും പ്രമാണം വഹിക്കുന്നത്. 2 പെൺകുട്ടികളും അതിലൊരു പെൺകുട്ടിയുടെ അച്ഛനുമാണ് ഈ വർഷം കുറുങ്കുഴലിലെ നിരയിൽ പങ്കെടുക്കുന്നത്. രാത്രി 9 മണിക്ക് പാറമേക്കാവിന് മുൻപിൽ നിന്നും ആരംഭിക്കുന്ന മേളം രാവിലെ 11 എല്ലിനിത്തറയിലാണ് കൊട്ടിക്കലാശിക്കുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് തൃശൂർ. ആനയഴകിന്റെ മാറ്റളക്കൽ കൂടിയായ പൂരങ്ങളുടെ പൂരത്തിനായി ഗജവീരന്മാരും ഒരുങ്ങിക്കഴിഞ്ഞു. പൂരമെഴുന്നള്ളത്തിനായി കേരളക്കരയിലെ എണ്ണം പറഞ്ഞ കൊമ്പന്മാരെല്ലാം പൂരത്തലേന്ന് തന്നെ പൂരനഗരിയിൽ അണിനിരുന്നത് ആനപ്രേമികൾക്ക് ആവേശമായി. വനം വകുപ്പിന്റെയും വെറ്ററിനറി ഡോക്ടർമാരുടെയും വിദഗ്ധ സംഘം നടത്തിയ പരിശോധനകൾക്ക് വിധേയമായ ശേഷമാണ് കൊമ്പന്മാർ തേക്കിൻകാട് മൈതാനിയിൽ നിരന്നത്. കുളിച്ച് കുറി തൊട്ടായിരുന്നു കൊമ്പന്മാരുടെ വരവ്. ആനക്കേരളത്തിന്റെ പെരുമ വിളിച്ചോതി
പേരുകേട്ട കൊമ്പന്മാരെല്ലാം നാളത്തെ പൂരത്തിനായി നഗരിയിൽ എത്തിക്കഴിഞ്ഞു. ആനപ്രേമികളുടെ വികാരമായി മാറിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഏഷ്യയിലെ ഏറ്റവും ഭാരമുള്ള കൊമ്പൻ ഗുരുവായൂർ നന്ദൻ അടക്കമുള്ള ഗജവീരന്മാർ പൂരത്തയ്യാറെടുപ്പ് നടത്തി രംഗത്തെത്തി. രാമനെ കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. ആരോഗ്യവും സുരക്ഷയും ഒരുപോലെ ഉറപ്പുവരുത്തിയാണ് ഗജവീരന്മാർ പൂരം എഴുന്നള്ളിപ്പുകളിൽ അണിനിരക്കുന്നത്. കൊമ്പന്മാർ ഓരോരുത്തരായി പൂരനഗരിയിലേക്ക് എത്തിയതോടെ ചമയപ്രദർശന ദിനം കൊമ്പന്മാരുടെ ദിനം കൂടിയായി മാറി. കേട്ടറിഞ്ഞ് മാത്രമുള്ള കൊമ്പന്മാരെ കൺമുന്നിൽ കണ്ണിറയെ കണ്ടതിലുള്ള സന്തോഷത്തിലാണ് കുട്ടികൾ അടക്കമുള്ള ആനപ്രേമികൾ. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്നും പണം മോഷ്ടിച്ചയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ സന്തോഷ് കുമാർ ആണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള സരസ്വതി മണ്ഡപത്തിന്റെ മുന്നിൽ ഭക്തർക്ക് കാണിക്കയിടുന്നതിനായി വെച്ചിട്ടുള്ള ഉരുളിയിൽ നിന്നും 11,800 രൂപയോളമാണ് പ്രതി കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചത്. ടെമ്പിൾ SI K ഗിരി, ASIമാരായ സാജൻ, രാജേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധാകരൻ, രതീഷ്, ഗോപകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പൂലാനിയിലെ പാരമ്പര്യ കർഷകൻ പെരിങ്ങാത്ര മോഹനൻ പഴയകാലത്തിന്റെ ജീവിതത്തിന്റെ ബാക്കിപത്രമായി ചുരയ്ക്ക കുംഭം തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ്. വിത്തുകൾ സൂക്ഷിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ പാത്രം തയ്യാറാക്കാറുണ്ട്. 6 മാസം മൂപ്പുണ്ട് പാൽ ചുരയ്ക്കയ്ക്ക്. ചെത്തുതൊഴിലാളിയായിരുന്ന കാലത്ത് കള്ള് ശേഖരിക്കുന്നതിന് ഇവ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് ചെത്തുകാർ സ്ഥിരമായി ചുരയ്ക്കക്കുമ്പത്തിലാണ് തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയിറക്കിയിരുന്നത്. വിളകളുടെ വിത്തുകൾ ചുരയ്ക്കക്കുമ്പത്തിൽ സൂക്ഷിച്ചാൽ കീടശല്യം തീരെയുണ്ടാകില്ലെന്ന് അരനൂറ്റാണ്ടായി കൃഷിയുമായി മല്ലിടുന്ന മോഹനേട്ടൻ പറയുന്നു. കൃഷിക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴൊക്കെ മൂത്ത് കയറുന്ന എടുക്കും. അത് നമ്മളത് അങ്ങനെ മൂപ്പിക്കാനിടും. അപ്പോൾ ഒരു 6 മാസം വേണം ഇത് ഇത്ര മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കള്ള് കുമ്പതിന് ചെത്തുള്ളപ്പോൾ ഞാൻ കുമ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഈ പയർ അങ്ങനെ വിത്തെല്ലുകളൊക്കെ ഇടാനായിട്ട് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു ഗുണം കൂടി ഉണ്ട് ഇതിന്. ചുരയ്ക്ക 2 ഇനമുണ്ട്, പാൽ ചുരയ്ക്കയും കയ്പച്ചുരയ്ക്കയും. കയ്പച്ചുരയ്ക്ക ഭക്ഷിച്ചാൽ ചിലർക്ക് ഛർദി അനുഭവപ്പെടാറുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ മണ്ണിലിറക്കാൻ ആരും തയ്യാറുമല്ല. 6 മാസക്കാലമാണ് ചുരയ്ക്ക വള്ളിച്ചെടിയുടെ ആയുസ്. ഇളം പ്രായത്തിൽ തന്നെ വിളവെടുക്കും. കാലം തെറ്റിയാൽ ഇതിൻ്റെ ഉപയോഗം കുംഭനിർമ്മാണത്തിന് മാത്രം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചുരയ്ക്ക കൃഷി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരാണ്ടിന്റെ ഇടവേളയ്ക്ക് വിരാമമിട്ട് കാത്തിരുന്ന പൂരങ്ങളുടെ പൂരം വരവായി. മതിവര കാഴ്ചകൾ സമ്മാനിക്കുന്ന വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. പൂരവിളംബരമറിയിച്ച് നൈതലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു. ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് ജനസാഗരം. സമയപ്രദർശനം കാണാൻ പൂരപ്രേമികളുടെ വൻ തിരക്ക്. തൃശൂർ പൂരത്തിന്റെ മേളത്തിന്റെ ചരിത്രമാകാൻ സ്ത്രീ സാന്നിധ്യവുമായി കിഴക്കുംപാട്ടുകര പനമുക്കുംപിള്ളി ദേശം. ശ്രീപ്രിയ കല്ലാറ്റ്, ഹൃദ്യ സുധീഷ് എന്നിവരാണ് കുറുങ്കുഴൽ വാദ്യവുമായി മേളത്തിൽ പങ്കെടുക്കുന്നത്. ആനച്ചന്തവുമായി പൂരനഗരി. പൂരത്തിനെത്തിയ കൊമ്പന്മാരെ കാണാൻ പൂരനഗരിയിൽ വൻ തിരക്ക്. ഗ്യാരണ്ടികളിൽ ഒന്നുപോലും പാലിക്കാത്തയാളാണ് പ്രധാനമന്ത്രിയെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ. പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട്. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നാളെ. തെക്കുഭാഗം തിരുനാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷനും അരങ്ങേറും. ഗുരുവായൂർ ചൂൽപ്പുറത്ത് 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പലരുടെയും നില ഗുരുതരം. പ്രദേശത്ത് കുറുനരിയുടെയും കാട്ടുപന്നിയുടെയും ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.